ഹായ് എവരിവൺ. ഈ വരുന്ന 10th പ്രിലിംസ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടേ. അപ്പോൾ അതിനായി ആദ്യം എന്താണ് അതിൻ്റെ സിലബസ് എന്ന് നോക്കാം. 100 മാർക്കിനാണ് എക്സാം നടക്കുന്നത്. അതിൽ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനയസൻസ് ഇൻ കേരള എന്ന പോർഷനിൽ നിന്നും 60 മാർക്ക്, സയൻസിൽ നിന്നും 20 മാർക്ക് ആൻഡ് മാത്സിൽ നിന്നും 20 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്ക്. നമുക്ക് സിലബസ് ഓരോന്നായി നോക്കാം. ആദ്യം തന്നെ കറണ്ട് അഫയേഴ്സ് ആണ്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് ഇവിടെ കേരളത്തിലെ സംഭവങ്ങളാണ്. പിന്നീട് ഈ ഒരു മാസമാണ് നമുക്കുള്ളത്. അപ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലെയും വായിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻസ് കേരളത്തിന് കൊടുത്ത് തന്നെ പഠിക്കുക. രണ്ടാമതായിട്ട് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടിൽ നിന്നും ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും. ഇനി കേരള ജോഗ്രഫി നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. കേരള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും. പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കൾ വരുന്നത് അയ്യൻകാളി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, പി.ടി. ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. ഇനി സയൻസിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബയോളജി, നാച്ചുറൽ സയൻസിലുള്ളത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ തന്നെ ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമാണ്. ഇതിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന ഭാഗത്തു നിന്നുമല്ല കറണ്ട് അഫയേഴ്സ് ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളെ പറ്റിയിട്ടും ചോദിക്കാം. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ വരുന്നത് ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും പോലെ സൗരയൂഥവും സവിശേഷതകളുമാണ്. ഇൻ മാത്സ് പാർട്ടിൽ നിന്നും 20 മാർക്കാണെന്ന് പറഞ്ഞു. അതിൽ വരുന്ന ടോപ്പിക്കുകൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം തുടങ്ങിയവയാണ്. അപ്പോൾ ആദ്യം ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ സിലബസ് ആണ്. സിലബസ് കൃത്യമായി പഠിച്ചു വേണം നമ്മൾ എക്സാമിന് പഠിക്കാൻ തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് സിലബസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി ഈ സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട SCERT ചാപ്റ്ററുകൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ഇടുന്നതായിരിക്കും. മാത്രവുമല്ല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.